Okay, welcome to our last section of the fourth chapter. The last class we have studied many different terms, protocols, then DNS server, then software port, something like that. So today we will see what do you mean by web designing. And we know, and we have already studied that HTML is the language which is used to develop a web page. So let us start with today let us start with the different types of web pages, that is the static and dynamic web pages. What do you mean by static web page and what do you mean by dynamic web page? There are two types of web pages, static and dynamic. What do you mean by static web page? Static web page means it is always a static one, not changing. Always there, it is not changing. So whenever you see, we take the website of our school website. So whenever you take this, it is not changing for you and for other person, for anybody, it is not changing. അങ്ങനെ ചേഞ്ച് ചെയ്യാതിരിക്കുന്ന ഒരു വെബ്സൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. So what do you mean by dynamic web page? Dynamic web page means ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും പേജസ് മാറി മാറി വരികയാണെങ്കിൽ, ഒന്നുകൂടി വളരെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. യുവർ എക്സാമിനേഷൻ റിസൾട്ട് ചെക്കിംഗ് വെബ്സൈറ്റ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ എക്സാമിനേഷൻ റിസൾട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വിൻഡോ വന്നു, ഒരു പേജ് വന്നു. ആ പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തു, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തു. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്? തിരിച്ച് നിങ്ങളുടെ റിസൾട്ടാണ് കിട്ടിയത്. വേറൊരു കുട്ടി ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ കണ്ടൻറ്റ് ആൻഡ് ലേഔട്ട് ഒക്കെ വ്യത്യാസമായിരിക്കും, കണ്ടൻറ്റ്സ് ഒക്കെ വ്യത്യാസമായിരിക്കും വരുന്നത്. നിങ്ങളുടെ റിസൾട്ട് കളിക്കുക വേറൊരാൾക്ക്, അതേ കളിക്കില്ല വേറൊരാൾക്ക്, റിസൾട്ട് സ്കൂളിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് വേറെ ആയിരിക്കും. അപ്പോൾ ഈ വെബ് പേജിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ മാറി 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 വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആണ്, വളരെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്റ്റാറ്റിക് വെബ് പേജ്? സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ചസ് ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മളെ റിസൾട്ട് നമ്മളൊരു സൈറ്റ് എടുക്കുന്നു, സ്കൂളിൻ്റെ സൈറ്റ് എടുക്കുന്നു, അതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഇല്ലാതെ എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മളെന്തെങ്കിലും കണ്ടൻസ് മാറ്റിയാൽ മാത്രമേ മാറുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം ദിസ് വൺ, ഇതാണ് എന്ത്, സ്റ്റാറ്റിക് വെബ് പേജ്. ഇപ്പം നമ്മൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നതാണ്. ഇവിടെ നിന്ന് നേരെ നമുക്ക് ആവശ്യമുള്ള റിക്വസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തു, HTTP റിക്വസ്റ്റ് കൊടുത്തു. ഇതാണ് നമ്മളെ വെബ് സെർവർ. ആ സെർവറിൽ നിന്ന് നമുക്കൊരു മറ്റേ വെബ് പേജ്, നമുക്ക് റിക്വസ്റ്റ് വെബ് പേജ് കിട്ടി, നമുക്കത് തിരിച്ച് കിട്ടി. ഇതാണ് സ്റ്റാറ്റിക്. ഈ റൗണ്ടിൽ ഒതുങ്ങുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഒരു സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ ഒരു ഡിസ്പ്ലേയിൽ നടക്കുന്നുള്ളൂ. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു, അത് നമുക്ക് തിരിച്ചു തരുന്നു, കഴിഞ്ഞു. പക്ഷേ ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഫിഗറും കൂടെ കൂടിയതാണ് ഡൈനാമിക് വെബ് പേജ്. അപ്പോൾ ഇവിടെ എന്താണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം നിങ്ങൾ എഴുതിയിരിക്കണം. ഡാറ്റാബേസ് എന്നുള്ള ടേം അതിൽ വന്നിരിക്കണം. ഇറ്റ് ഈസ് എ മസ്റ്റ്. അപ്പോൾ അതിനിവിടെ ഈ സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ ഈ കോമ്പണൻസിന് പുറമെ, ഈ രണ്ട് കോമ്പണൻസിന് പുറമെ ഒരു രണ്ടെണ്ണം കൂടെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ആപ്ലിക്കേഷൻ സെർവറും ഒന്ന് ഡാറ്റാബേസും. ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. നമുക്ക് എക്സാമ്പിൾ നമ്മളെ റിസൾട്ട് തന്നെ എടുക്കാം. നിങ്ങളിവിടെ ക്ലയൻറ്റ്, ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ക്ലയൻ്റ് ആയിട്ടിരിക്കുന്നു. അയാളുടെ ടൈപ്പ് ചെയ്യുന്നു, രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അത് നേരെ ഈ വെബ് സെർവറിലേക്ക് പോകുന്നു. ഈ വെബ് സെർവറിൽ നിന്ന് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ടാവും, ഇതിൻ്റെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന ഒരു സെർവർ ഉണ്ടാവും. അവിടെ പോയി അവിടെ നിന്ന് ഇവിടെ കണ്ടില്ലേ രണ്ടാരോ ഡാറ്റാബേസിൽ നിങ്ങളെ ഈ റിസൾട്ട് മൊത്തം നിങ്ങൾ പരീക്ഷ എഴുതി പേപ്പർ നോക്കി നിങ്ങളെ മാർക്ക് എല്ലാം സൂക്ഷിച്ചിട്ടുള്ള ഡാറ്റാബേസിലാണ്. ആ ഡാറ്റാബേസിൽ പോയിട്ട് വേണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അനുസരിച്ചുള്ള മാർക്ക് അവിടെ നിന്ന് ഫെച്ച് ചെയ്യാൻ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ സെർവർ ഉണ്ടായിരിക്കും. ആ സെർവറിൽ നിന്ന് ഡാറ്റാബേസിലേക്ക് റിക്വസ്റ്റ് പോകുന്നു. ആ ഡാറ്റാബേസിൽ നിന്ന് നിങ്ങൾ റിസൾട്ട് തിരികെ കൊടുക്കുന്നു. ആ റിസൾട്ട് തിരികെ കൊടുത്ത് ഇവിടെ തിരിച്ചു വരുന്നു. ഇവിടെ നിങ്ങൾക്ക് നമ്മളെ വെബ് സെർവറിലേക്ക് വരുന്നു. ആ സെർവറിൽ നിന്ന് ഇതിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാറ്റിക് വെബ് പേജിൽ ആകെ റെസ്പോൺസ് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡൈനാമിക് വരുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ സെർവറും അതോടൊപ്പം തന്നെ എന്തുകൂടെ വരുന്നുണ്ട്, ഡാറ്റാബേസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൺസോൾഡേറ്റ് ഇവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക്. ഇത് നമുക്ക് ഓരോ പോയിന്റ്സ് ഒന്ന് നോക്കി നോക്കാം. ദി കണ്ടന്റ് ആൻഡ് ലേഔട്ട് ഓഫ് വെബ് പേജ് ഈസ് ഫിക്സ്ഡ്. അത് മാറുന്നില്ല, അത് അവിടെ ഫിക്സ്ഡ് ആണ്. ഏതിന്? സ്റ്റാറ്റിക്കിന്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ അർത്ഥം മാറാത്തത്, ഫിക്സ്ഡ് എന്നാണ് അർത്ഥം. ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ദി സിറ്റുവേഷൻ. അതാണ് ഡൈനാമിക് എന്ന് പറഞ്ഞ മീനിങ്ങൾ. ഇവിടെ നോക്കി നോക്കൂ, ഇത് തന്നെയാണ് ഇവിടെ എഴുതിയത്. ദ കണ്ടന്റ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം എന്നുള്ള എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താ, ഫിക്സ്ഡ് ആണ്, ഇത് ചേഞ്ചിങ് ആണ്.
ഇനി സ്റ്റാറ്റിക് വെബ് പേജിൽ ഒരിക്കലും തന്നെ എന്തിൻ്റെ ആവശ്യമില്ല, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഡൈനാമിക് വെബ് പേജിൽ എപ്പോഴും ഡാറ്റാബേസ് ഫുൾ ടൈം കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കൊറി ലാംഗ്വേജിലൂടെ, കൊറീസൊക്കെ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഇത് സ്റ്റാറ്റിക് വെബ് പേജ് ഡയറക്റ്റ്ലി ബ്രൗസറിൽ റൺ ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഏതാണ് അതിൽ തന്നെ റൺ ചെയ്യും. അത് കാരണം അതിന് ആപ്ലിക്കേഷൻ സെർവറോ അതിന് ഡാറ്റാബേസിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ മറിച്ച് ഡൈനാമിക് വെബ് പേജ് എപ്പോഴും റൺസ് ഓൺ ദി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രകാരം അത് സെർവർ സൈഡിലാണ് റൺ ചെയ്യുന്നത്. അത് നമ്മളെ ബ്രൗസറിൽ മാത്രമല്ല റൺ ചെയ്യുന്നത്, നമുക്ക് റിസൾട്ട് കിട്ടാനും അങ്ങനെ പല കാര്യങ്ങൾക്കും. ഇപ്പോൾ നമ്മളൊരു റെയിൽവേ റിസർവേഷൻ ടിക്കറ്റ് സിസ്റ്റം, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് റിസർവേഷൻ സിസ്റ്റം, ഏകജാലക സിസ്റ്റം, ഇതൊക്കെ എന്താണ്, ഡൈനാമിക് വെബ് പേജസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസാണ്. നിങ്ങൾ അലോട്ട്മെൻറ്റ് വരുന്നു, നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ അടിക്കുന്നു, നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ്, വേറൊരാൾ അടിച്ചാൽ കിട്ടുന്നത് വേറൊരാളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അപ്പോൾ അതിന് നമ്മളെ ക്ലയൻറ്റ് സൈഡിൽ സപ്പോർട്ട് മാത്രം പോരാ, സെർവർ സൈഡും കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ സ്റ്റാറ്റിക് പേജ് വളരെ ഈസിയാണ് ഡെവലപ്പ് ചെയ്യാൻ, നമുക്ക് തന്നെ പെട്ടെന്ന് ഇരുന്നിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന സ്റ്റാറ്റിക് ഇതുള്ളൂ. നേരെ മറിച്ച് ഡൈനാമിക് വെബ് പേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേശം കോംപ്ലക്സ് ആണ്, അതിനൊരു പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി ഓരോ സ്റ്റെപ്പായി നമ്മളിങ്ങനെ ഓരോ വെബ് ഡിസൈനിങ്ങിൻ്റെ ഓരോ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അടുത്താണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നൊക്കെ പറയും, സ്ക്രിപ്റ്റുകൾ. അപ്പോൾ അതെന്താണ് ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് HTML നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് HTML ആദ്യം എടുത്തിട്ട് സ്ക്രിപ്റ്റിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നത്. സാധാരണ ഇപ്പോൾ ഇതിപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ HTML എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് HTML പഠിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ HTML പറ്റി നമുക്ക് അത്യാവശ്യം ചെറിയ നോളജ് ഉണ്ട്, എന്നിട്ട് നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് മടങ്ങി വന്നു. എന്താണ് ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രോഗ്രാം കോഡിങ്, ചെറിയ കോഡ് ആണ്. നമ്മൾ C++ നമ്മൾ കോഡ് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ കോഡുകൾ, പ്രോഗ്രാം കോഡ്സ് HTML ഉള്ളിൽ എഴുതിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് എന്താണ്, ജസ്റ്റ് ആ കോഡ്സ് ആണത്. എവിടെ എഴുതുന്നതാണ്, ഇൻസൈഡ് ദി HTML. ഈ HTML ഉള്ളിൽ നമ്മളത് എങ്ങനെ എഴുതുന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ എക്സാമ്പിളൊക്കെ കാണിക്കാൻ, നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് പേരുകൾ മാത്രം പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് HTML നമ്മൾ തിരിച്ചറിയുന്നത് ഈ സമയം. അപ്പോൾ അതവിടെ ഇതിന് സ്ക്രിപ്റ്റ്സ് ആർ പ്രോഗ്രാം കോഡ്സ് റിട്ടൺ ഇൻസൈഡ് HTML പേജസ്. അത് ഇതുപോലെ തന്നെ നമുക്ക് ജീനി എഡിറ്ററിലോ നമുക്ക് നോട്ട് പാഡിലോ ഏതിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇത് പ്രധാനപ്പെട്ടിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്, സ്ക്രിപ്റ്റ്സ് ആണ്. ഒന്ന് ജാവ സ്ക്രിപ്റ്റ്, രണ്ടാമത്തെ VB സ്ക്രിപ്റ്റ്, ദെൻ PHP എക്സെട്ര. നമുക്കിതൊക്കെ ജസ്റ്റ് പേര് മാത്രമേ പഠിക്കാനുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാനില്ല. PHP നിങ്ങൾക്കൊരു ജാവ സ്ക്രിപ്റ്റ് നമുക്ക് 7ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്, PHP നിങ്ങൾക്ക് ലാസ്റ്റിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ജസ്റ്റ് പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകാം, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതൊക്കെ ഡൈനാമിക് വെബ് പേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിക് വെബ് പേജസ് ഉണ്ടാക്കാൻ നമുക്കിത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാം, ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, HTML പേജിൽ ഉണ്ടോ, സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു ടാഗ് തന്നെ ഉണ്ട്. സ്ക്രിപ്റ്റ് തുടങ്ങുന്നു, സ്ക്രിപ്റ്റ് അവസാനിക്കുന്നു. ഇത് നമ്മൾ HTML കോഡിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 ആട്രിബ്യൂട്ട്സാണ് കാര്യമായിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്, ഒന്ന് സ്ക്രിപ്റ്റ് എന്നുള്ള കോഡ് നമ്മൾ എഴുതുന്നത്, സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് നമ്മൾ എഴുതുന്നത്. സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് എങ്ങനെയാണ് എഴുതുന്നത്, സ്ക്രിപ്റ്റ്, നമ്മൾ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 ടാഗാണ്, ഒന്ന് ടൈപ്പും ഒന്ന് SRCയും. ഏത് ടൈപ്പ് ലാംഗ്വേജ് ആണ്, അതിൻ്റെ സോഴ്സ് എന്താണ്, ഈ 2 ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ജാവ സ്ക്രിപ്റ്റ്, SRC ഇത് സ്ക്രിപ്റ്റ് കോഡ് .js, ഇത് എന്താ .js എന്നുള്ളത് നമ്മൾ തൊട്ടടുത്ത നിമിഷം കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ടൈപ്പാണെന്നുള്ളത്, ഏത് ഫയലാണ് എന്നുള്ളതുമാണ് ഈ സ്ക്രിപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇവിടെ എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ HTMLൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് കോഡ് .js എന്നൊരു ജാവ സ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രേ ഉദ്ദേശമുള്ളൂ. അതായത് എന്താണ് സ്ക്രിപ്റ്റ്, ഒരിക്കൽ കൂടെ പറയാം, ജാവ സ്ക്രിപ്റ്റിലോ VB സ്ക്രിപ്റ്റിലോ PHPയിലോ ഏതെങ്കിലും ഒക്കെ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ നമ്മൾ HTMLലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉൾപ്പെടുത്തുന്ന, എംബഡ് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ഉൾപ്പെടുന്ന ചെറിയ ചെറിയ പ്രോഗ്രാം കോഡ്സിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിച്ച് എഴുതാം, നമ്മൾ ഉപയോഗിക്കുന്ന ജീനി എന്നുള്ള C++ HTML ഒക്കെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ജീനി എഡിറ്റർ ഉപയോഗിച്ച് ചെയ്യാം, നോട്ട് പാഡ് ഉപയോഗിച്ച് ചെയ്യാം. അതല്ലെങ്കിലും വേറെ കുറേ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്, ധാരാളം ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്. സബ്ലൈം എന്നൊക്കെ പറഞ്ഞ ടെക്സ്റ്റ് എഡിറ്റേഴ്സ്, നമുക്കൊരു ജോലിയില്ല, വളരെ പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മൾ ഹെഡ്, ടൈറ്റിൽ, ബോഡി ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് വെറുതെ ഹെഡ് എന്ന് HTML കൊടുത്താൽ തന്നെ എല്ലാ ടാഗും വരും, അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്താൽ മാത്രം മതി. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. എന്താണ് ഈ ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത്? അപ്പോൾ 2 തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ഇവിടെ ഉള്ളത്. 2 തരത്തിലുള്ളത്.
ഏതൊക്കെയാണ് ആ രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് അത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ടു ടൈപ്സ് സ്ക്രിപ്റ്റ് നമ്മൾ പഠിക്കാൻ വന്ന ടോപ്പിക്കാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഒന്ന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, രണ്ടാമത്തത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. എന്താണ് ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അർത്ഥം? അപ്പോൾ എന്താണ് ഈ ക്ലയൻറ്റ് സൈഡ്? നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കി നോക്കാം. രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇവിടെ നമുക്കൊരു ലോഗിൻ കാണാനുണ്ടാവും. ഇവിടെ നമുക്ക് ഏത് ഈ മെയിലൊക്കെ കയറുന്ന സമയത്ത് ലോഗിൻ ഒക്കെ ഉണ്ടാവും. യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഇപ്പോൾ നിങ്ങൾക്ക് LMSലുള്ള പരിചയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ജസ്റ്റ് യൂസർ നെയിം അടിക്കാതെ അല്ലെങ്കിൽ ഇതിൽ ശരിക്കും എന്താ ഇതിൻ്റെ പ്രൊസീജിയർ റൂൾ എന്താണ്? ഇതിൽ യൂസർ നെയിമും അടിക്കണം, പാസ്വേഡും അടിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ ലോഗിൻ ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്നും അടിച്ചില്ല, ഇല്ലെങ്കിൽ രണ്ടും അടിച്ചില്ല, വെറുതെ ലോഗിൻ ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നത് പ്ലീസ് എൻറ്റർ യുവർ യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. അതെ, ആ പറയുന്ന പേരാണ് വാലിഡേഷൻ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഈ ഒരൊറ്റ വേർഡാണ് നിങ്ങൾ പഠിക്കേണ്ടത്, വാലിഡേഷൻ. എന്താ ഈ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്? നമ്മൾ ചെയ്തോ ഇല്ലേ, ജസ്റ്റ് എൻ്റർ ചെയ്തോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് വാലിഡേഷൻ. അപ്പോൾ ഇതിന് വേണ്ടി വാലിഡേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഇവിടെ ജസ്റ്റ് നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ ഒരാൾ യൂസർ നെയിം ഒന്ന് എൻ്റർ ചെയ്യാണ്ട് ഹീസ് ട്രൈങ് ടു എൻറ്റർ വിത്തൗട്ട് എൻറ്ററിങ് ദ യൂസർ നെയിം. അപ്പോൾ ഇവിടെ വരുന്ന ദിസ് മെസ്സേജ് ഈസ് ബീങ് ഡിസ്പ്ലേഡ് ഹിയർ, പ്ലീസ് എൻറ്റർ യുവർ യൂസർ നെയിം. So I have already written the board. There are two types of scripting languages. One is the client side scripting language. Here look, this one. In client side, the script code for validation. This is very important. ഇത് നമ്മളെ ബ്രൗസറിൽ തന്നെ റൺ ചെയ്യും ഈ ഒരു സ്ക്രിപ്റ്റിംഗ് കോഡ്. ഇവിടെ ഇതിന് നമുക്ക് സെർവറിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇഫ് യു എൻറ്റർ എ റോങ് യൂസർ നെയിം ഓർ എ റോങ് പാസ്വേഡ്, ഇറ്റ് വിൽ ബി ചെക്ക്ഡ് ബൈ ദ സെർവർ. അവിടെ സെർവറിൽ ചെക്ക് ചെയ്യണം. നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് ശരിയാണോ തെറ്റാണോ അറിയാൻ വേണ്ടി അവിടെ ചെക്ക് ചെയ്യണം. നേരെ മറിച്ച് ചെയ്തോ ഇല്ലയോ ഒന്നും എൻ്റർ ചെയ്യാതെ പോകാൻ പറ്റില്ല. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു ക്വിക്ക് റെസ്പോൺസ്. അതാണ് ക്വിക്കർ റെസ്പോൺസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫ്രം ഹിയർ. അപ്പോൾ ഇതാണ് എന്ത് ക്ലയൻറ്റ് സെർവർ സ്ക്രിപ്റ്റിംഗ്. ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്നാൽ കാര്യമായിട്ട് എന്താണ്? ഡൈനാമിക് വെബ് പേജ്. സെർവർ സൈഡ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്, അല്ലെങ്കിൽ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സെർവർ സൈഡാണ്. അപ്പോൾ ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ജസ്റ്റ് ആ പേരുകൾ ഇപ്പോൾ ഒന്ന് കേട്ടോളൂ. ജസ്റ്റ് നമ്മൾ കുറച്ച് കൂടി നോക്കുന്നുണ്ട്. ജാവ സ്ക്രിപ്റ്റ് ആൻഡ് VB സ്ക്രിപ്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലയൻറ്റ്. ഈ രണ്ടും ഏതിൻ്റെ എക്സാമ്പിൾസ് ആണ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾസ് ആണ്. വാലിഡേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ കാൽക്കുലേഷൻ, സിമ്പിൾ കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിപ്പോൾ നോക്കിയ എക്സാമ്പിൾ തന്നെ, അതായത് റിസൾട്ട് അറിയുന്ന എക്സാമ്പിളൊക്കെ തന്നെ കണ്ടില്ല ഇവിടെ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ നിന്ന് നേരെ വെബ് സെർവർ സോഫ്റ്റ്വെയറിലേക്ക് വരുന്നു. ഇതാണ് നമ്മളെ ക്ലയൻറ്റ് ഇരിക്കുന്നത്. നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്നു, നേരെ വെബ് സെർവറിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് PHP പ്രോഗ്രാം ഇവിടെ റൺ ചെയ്യുന്നു, ഡാറ്റാബേസിലേക്ക് പോകുന്നു. തേർഡ് സ്റ്റെപ്പിൽ നിന്ന് ഡാറ്റാബേസിൽ നിന്ന് റിസൾട്ട് തിരിച്ചു വരുന്നു, ഇവിടെ വെബ് സെർവറിലേക്ക് സോഫ്റ്റ്വെയറിലേക്ക് വരുന്നു, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. പോപ്പുലർ വെബ്സൈറ്റ് പേൾ, PHP, ASP, JSP ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഈ പറഞ്ഞ സെർവർ സൈഡ് എക്സാമ്പിൾ വരുന്നത്. ആൻഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഇറ്റ് ഇസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് എവർ ഫോർഗെറ്റ് ദിസ് ടു സ്റ്റഡി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ, നൗ സ്ക്രിപ്റ്റ് ഈസ് കോപ്പി ടു ദി ക്ലയൻറ്റ് ബ്രൗസർ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്തൊക്കെയാണ്? ഇത് എപ്പോഴും സ്ക്രിപ്റ്റ് എപ്പോഴും ഇവിടെ ഉണ്ടാവുക? ക്ലയൻറ്റ് ബ്രൗസറിലുണ്ടായിരിക്കാം. ഇതിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ എപ്പോഴും എവിടെ ഉണ്ടായിരിക്കുക? ഇത് വെബ് സെർവറിലാണ്. എവിടെയാണോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് there it is being stored. The next point is script is executed using client browser. Here the client side scripting, the VB script or JavaScript, both are executed in the client browser in your own system. You are the client, so in your own browser, whatever be the browser you are using, whether it is Mozilla or Chrome, Opera, whatever it be, it will be run in your browser. But the server side scripting, it is executed in the web server, not in your server, not in your browser. It is executed in the web server, and you will get the web page in the results. It will you will get it back. And client side scripting are manually used for validation. So I told you, don't ever forget this word. Whenever and wherever this client side scripting comes, validation should also come. Very simple example.
ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂഷ്വലി കണക്റ്റഡ് ടു ഡാറ്റാബേസ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ഡാറ്റാബേസിനോട് കണക്ട് ചെയ്ത് അവിടുന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ സെർവർ സൈഡ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വരേണ്ട വേർഡാണ് ഡാറ്റാബേസ്. Now users can block the client side scripting. Client side scripting നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, because you are the client and the client side scripting is being run in your own browser, so you can block it. നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. ബട്ട് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് യു കനോട്ട് ബ്ലോക്ക്, ബിക്കോസ് സെർവർ സൈഡ് പ്രോഗ്രാംസ് ആപ്ലിക്കേഷൻ ഈസ് റൺ ഇൻ ദി വെബ് സെർവർ. നിങ്ങൾക്ക് ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ചെറിയൊരു പ്രശ്നമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ ബ്രൗസറിലാണ് ഇത് റൺ ചെയ്യുന്നതുണ്ടെങ്കിൽ ദ ടൈപ്പ് ആൻഡ് വെർഷൻ ഓഫ് ദ വെബ് ബ്രൗസർ വിൽ ബി എഫക്റ്റിംഗ് വിത്ത് ദ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നിങ്ങളുടെ ബ്രൗസറിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട്, അതിലാണ് റൺ ചെയ്യുന്നതുകൊണ്ട് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബ്രൗസറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ റൺ ചെയ്യില്ല. നിങ്ങളുടെ ബ്രൗസർ ഏതാണെങ്കിലും അവിടെ നിന്നും അത് ഏതിനെ ബാധിക്കില്ല, ഈ പറഞ്ഞ പോലെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ ബാധിക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത് ഓൾവേസ് അപ്ഡേറ്റ് യുവർ ബ്രൗസർ എന്ന് പറയാൻ കാരണം. സോ ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സോ യു ഹാവ് ടു സ്റ്റഡി ഇറ്റ്. ഞാനത് നിങ്ങൾക്ക് നമ്മളെ ഹാൻഡ് ബുക്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി നോക്കിയിട്ട് പഠിച്ചോളാം. ഇനി നമുക്ക് കുറച്ച് തിയറി ടോപ്പിക്സ് ആണുള്ളത്. ഏതൊക്കെയാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്നുള്ളതാണ്. ഫസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇസ് ദി ജാവാ സ്ക്രിപ്റ്റ്. ജാവാ സ്ക്രിപ്റ്റ് ബ്രണ്ടൻ എയ്ഷ് എന്ന് പറഞ്ഞ ആളാണുള്ളത് കണ്ടുപിടിച്ചുള്ളത്. ഏറ്റവും ഈ ജാവ നിങ്ങൾ എവിടെ പേര് കേട്ടുമ്പോൾ നമുക്ക് ഉള്ളിൽ വരേണ്ട ഒരു കാര്യം, ഓൾ ദീസ് ആർ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ഏത് പ്ലാറ്റ്ഫോമിൽ ഇത് വർക്ക് ചെയ്യും. അതാണ് ജാവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. ഏത് പ്ലാറ്റ്ഫോമിൽ, അത് നിങ്ങൾ വിൻഡോസ് ഉപയോഗിക്കാം, അത് മാക്കിൻടോഷ് മുതൽ മാക്OSൽ ഉപയോഗിക്കാം, അത് യു ക്യാൻ യൂസ് ഇൻ ദ ലിനക്സ് ഉബുണ്ടു, വെറെവർ യു ക്യാൻ യൂസ് ഓൾ ദീസ്. അപ്പോൾ ജാവാ സ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ എപ്പോഴും JS എന്നുള്ളതാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ എക്സാമ്പിളാണ്? ക്ലയൻറ്റ് സൈഡിൻ്റെ എക്സാമ്പിളാണ് ജാവാ സ്ക്രിപ്റ്റ്. ജാവാ സ്ക്രിപ്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് .js. സപ്പോസ് സപ്പോസ് യു ഹാവ് ക്രിയേറ്റഡ് എ JavaScript file named class. So your name will be class.js. This will be the .js will be the extension. Okay. And now ഇവിടെ നിങ്ങൾക്ക് വേറൊരു ടെക്നോളജി പഠിക്കാനുണ്ട്. The technology name is Ajax. Asynchronous JavaScript. അതാണ് ഇതിൻ്റെ പേരുള്ളത്. Is here. Look at Ajax is the asynchronous JavaScript and എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് XML. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെയും XMLൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് അജാക്സ്. എന്താണ് ഈ അജാക്സ് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. കാരണം ഇത് നിങ്ങൾ വളരെ യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് അത് അറിയുണ്ടാവില്ല എന്താണെന്നുള്ളത്. ഈ അജാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അസിൻക്രോണസ് ജാവാസ്ക്രിപ്റ്റ്. അതായത് ഫ്രണ്ടിലില്ല, ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ടെക്നോളജിയാണ്. അജാക്സ് ഇസ് എ ടെക്നോളജി. ഈ ടെക്നോളജി എന്താണ് ചെയ്യുന്നത്? ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് നിങ്ങൾക്ക് എന്താണ് തരുന്നത്? നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ ഒരു ആപ്ലിക്കേഷൻ ഒരു ചേഞ്ച് ഒന്നും വരുത്താതെ, അപ്ഡേഷനോ റിഫ്രഷിങ്ങോ ഒന്നും വരുത്താതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ കിട്ടിക്കൊണ്ടിരിക്കും. ഏറ്റവും ഫേമസ് എക്സാമ്പിൾ യുവർ ഫേസ്ബുക്ക് ഓർ വാട്സപ്പ് എക്സാമ്പിൾസ്. കാരണം അവിടെ നിങ്ങൾക്ക് റിഫ്രഷ് ഒന്നും വേണം, നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോഴും പുതിയ ഡാറ്റ വന്നുകൊണ്ടിരിക്കും. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഈ അജാക്സ് ടെക്നോളജി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അജാക്സ് ഡൈനാമിക് കണ്ടൻറ്റ് എപ്പോഴും, കാരണം ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും റിയൽ ടൈം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്തുള്ളത്, ഈ സാധനങ്ങൾ വന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളെ ഫ്രണ്ട് എൻഡിൽ നിങ്ങളത് അറിയുന്ന പോലുമില്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അത് എഴുതിയിട്ടുണ്ട്. അജാക്സ് എന്താണ് വെബ്സൈറ്റ് ഡസ് നോട്ട് റിക്വയർ എൻറ്റയർ വെബ് പേജ് ടു ബി റീലോഡ്. നിങ്ങൾക്ക് പുതിയൊരു ഫേസ്ബുക്കിലൊരു സാധനം കിട്ടണമെങ്കിൽ പിന്നെയും അത് റീലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തേക്ക് പോയി ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് രണ്ടാമത് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അസിൻക്രോൺ ഒരു സിങ്കിങ് എപ്പോഴും എന്തുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കൊണ്ട് ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക്. അപ്പോൾ ചിലപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കൂടെ ഇപ്പോൾ ഈ അസിൻക്രോണസ് എന്താ നമ്മളെ ഹാൻഡിൽ ഇത് ക്ലയൻറ്റ് സൈഡ് ആയതുകൊണ്ട് നിങ്ങളെ ബ്രൗസർ കിട്ടിയില്ലെങ്കിൽ, ശരിയാവില്ലെങ്കിൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്തോളൊന്നുമില്ല. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ടേൺ ചിലപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അങ്ങനെ വെച്ചാൽ അത് കിട്ടില്ല. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ദ VB സ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണ്, ഒരു ക്ലയൻറ്റ് സൈഡാണ് ജാവാസ്ക്രിപ്റ്റ്. അനദർ വൺ ഈസ് ദ VB സ്ക്രിപ്റ്റ്. അപ്പോൾ VB സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ VB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരേണ്ടത് ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മൈക്രോസോഫ്റ്റ്. സോ മൈക്രോസോഫ്റ്റ് ഇസ് നോട്ട് എൻ ഓപ്പൺ സോഴ്സ്, ഇറ്റ് ഇസ് നോട്ട് എ ഫ്രീ സോഫ്റ്റ്വെയർ. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ഓൺലി ഇൻ വിൻഡോസ് പ്ലാറ്റ്ഫോം. ദിസ് ഇസ് നോട്ട് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് ഇസ് ദി പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ്. വിൻഡോസ് ഈസ് ഓൾവേസ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻറ്റ്. ഇതൊരിക്കലും ലിനക്സിൽ ഉബുണ്ടുവിൽ വർക്ക് ചെയ്യില്ല. ഇതൊരിക്കലും മാക്കിൻടോഷ് OSൽ വർക്ക് ചെയ്യില്ല. ഇത് വിൻഡോസ്, ഇത് എപ്പോഴും ഈ
വി ബി സ്ക്രിപ്റ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതിലേ വർക്ക് ചെയ്യുള്ളൂ? ഇറ്റ് വിൽ ഓൾവേസ് വർക്ക് ഇൻ വിൻഡോസ്. ഇതൊരിക്കലും ബാക്കിയുള്ളതിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടിരിക്കും ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വി ബി സ്ക്രിപ്റ്റ് ഈസ് നോട്ട് സോ പോപ്പുലർ, ജാവ സ്ക്രിപ്റ്റ് ഈസ് ഹൈലി പോപ്പുലർ. ഇതാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. നൗ ദ തേർഡ് വൺ ഈസ് ദി PHP. PHP വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ടെക്നോളജിയാണ് വി ബി സ്ക്രിപ്റ്റ്. നിങ്ങൾക്കിത് പഠിക്കാനുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്, ഐ വിൽ ടേക്ക് എ ഫ്രഷ് പേജ്. PHPയുടെ ഫുൾ ഫോം തന്നെ പ്രീ പ്രോസസ്സർ എന്നുള്ള, പ്രീ പ്രോസസ്സർ ഹൈപ്പർ ടെക്സ്റ്റ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. വളരെ രസകരമാണ്. PHP, ഇതിൻ്റെ PHP സ്റ്റാൻഡ്സ് ഫോർ PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്. അതിന് അതിൻ്റെ ഇതെന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ റാമസ് ലെഫോർഡ് എന്നുള്ള സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടെത്തിയത്. ഇത് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് സെർവർ സൈഡാണ്. ഇതിനെപ്പറ്റി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് PHP എന്ന് പറയുന്ന സമയത്തിന് നമുക്ക് ഓർമ്മ വരേണ്ട 2-3 പോയിൻറ്റ്സ് ഇവിടെ നോട്ട് ചെയ്യാം. ഇറ്റ്സ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. വളരെ രസകരമായിട്ടുള്ള ലാംഗ്വേജ് കേട്ടോ പഠിക്കുമ്പോൾ. നമ്മളിന്ന് കാണുന്ന എല്ലാ ആപ്ലിക്കേഷൻസും എഴുതിയിട്ടുള്ളത്, നിങ്ങളിനി എന്ത് ചെയ്യണം, നെറ്റിൽ ഓൾമോസ്റ്റ് ഓൾ എല്ലാം വർക്ക് ചെയ്യുന്നത് PHP ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് നമ്മളെ സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാം അല്ല. C++ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ മാത്രം ഒരു സിസ്റ്റത്തിൽ മാത്രം റൺ ചെയ്യുന്നതാണ്. PHP is not running here. It is server side program. It is being run in the server side. അതാണ് server side programming language. And the next one, it is open source. എന്ത് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ we can customize it. ഓപ്പൺ സോഴ്സും പ്രൊപ്പറേറ്ററി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് എൻ ഓപ്പൺ സോഴ്സ് ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ദാറ്റ് ഈസ് സൂട്ടഡ് ഫോർ ദ വെബ്. ഇവിടെ എഴുതിയിട്ടുണ്ട് എംബഡഡ് ടു ജാവ. ഇറ്റ് ഈസ് സെർവർ സൈഡ് കോഡ് സിമിലർ ടു ജാവ ആൻഡ് C ആൻഡ് Perl ഒക്കെ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം. നമുക്കിതിപ്പോൾ നമ്മൾ വിൻഡോസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓപ്പൺ സോഴ്സാണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. വിൻഡോസിലാണ് ഇഫ് വി യൂസ് ദിസ് PHP വി ഹാവ് ടു ഇൻസ്റ്റാൾ WAMP സോഫ്റ്റ്വെയർ. ദാറ്റ് ഈസ് വിൻഡോസ് അപ്പാഷെ, ഒരു വെബ് സെർവറാണ് അപ്പാഷെ. ഓക്കെ, ഇതാണ് നമ്മൾ. ദെൻ ഇതിനെപ്പോഴും നമ്മൾ പറഞ്ഞു, സിൻസ് ഇറ്റ് ഇസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, ഇറ്റ് ഓൾവേസ് യൂസ് എ ഡാറ്റാബേസ്, റൈറ്റ്? Always it uses a database. Database ഇല്ലാണ്ട് server side application ഇല്ല. So which is a database here? This is the MySQL database. അതാണ് ഇവിടെ WAMP എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. WAMP. Here, if we use the Linux database, Linux Ubuntu ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, if we use Linux, we have to install LAMP. LAMP means L for Linux, A for Apache, M for MySQL, P for PHP. That's, I will write it here WAMP and LAMP. One more is SAMP is also there. If you are comfortable with the Windows operating system, you can install this WAMP. If you are comfortable with the Linux operating system, you can install this LAMP. WAMP means W Windows, A means Apache. This is a server side, server Apache. ഇത് എപ്പോഴും റൺ ചെയ്യുന്ന Apache സെർവറിലാണ്. സോ A Apache server, M this MySQL, P for PHP. Here L Linux, A for Apache server, M for MySQL and here P for PHP. അപ്പോൾ ലാമ്പോ വാമ്പോ ഇൻസ്റ്റാൾ ചെയ്യണം നമുക്കിത് ഉപയോഗിക്കണം. ഒരു ഇൻ്റർപ്രറ്റർ, ഇതിനെ ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കമ്പൈലർ അവിടെ, ഒരു ഇൻ്റർപ്രറ്റർ അവിടെ ഉണ്ടായിരിക്കണം. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നമ്മളത് പഠിക്കുന്നുണ്ട്. Then ASP and JSP, active server page and this, I will take a fresh page. Let me. Here ASP and JSP. Here ASP means active server page. Okay, Java server page. രണ്ടെണ്ണം നമുക്ക് എന്താണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. Active server page. So server side scripting environment that can be used to create and run web applications. ASP ആണ് HTML code. ഇത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് കാര്യമായിട്ട് നമ്മൾ ഈ VB ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ടീമാണ് ഇതിൻ്റെ ലൈസൻസ് ഉള്ളത്. ഇത് റൺ ചെയ്യണമെങ്കിൽ, ഈ ASP ഫയൽ റൺ ചെയ്യണമെങ്കിൽ ഇത് VBയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നു. VB സ്ക്രിപ്റ്റിൻ്റെ കൂടെ നമുക്ക് ജാവ സ്ക്രിപ്റ്റിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. എപ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വരുന്നത്, ASP ഫയലിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് എപ്പോഴും
.asp എന്നുള്ളതായിരിക്കും എക്സ്റ്റൻഷൻ .asp. ഇത് റൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു സെർവർ ആവശ്യമാണ്. സെർവർ സൈഡ് ആണല്ലോ. സോ വി ഹാവ് ടു യൂസ് എ സെർവർ IIS എന്നുള്ള സെർവർ. ഈ ടേം മാത്രം നമുക്കിതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ. അപ്പോൾ ASP നമുക്ക് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ എന്നുള്ള സംഭവം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. അതൊരു പ്രത്യേകതയുണ്ട്. ദെൻ ഹിയർ ജാവ സെർവർ പേജ് JSP. ഇതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വളരെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു .JSP എന്നുള്ളതാണ് ഇതൊരു സെർവർ സൈഡ് ലാംഗ്വേജ് ആണ്. സൺ മൈക്രോ സിസ്റ്റമാണ് ഈ JSP നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ JSP റൺ ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു JSPയുടെ എക്സ്റ്റൻഷൻ .JSP എന്നായിരിക്കും. അതിന് അപ്പാഷെ സെർവർ ടോംകാറ്റ് എന്ന സെർവറാണ് ഉപയോഗിക്കുന്നത്. ASP ഫയൽ ഉപയോഗിക്കുന്ന ഏതിലാണ്? .ASP ഉപയോഗിക്കുന്ന IIS ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ എന്ന് പറഞ്ഞ സെർവറിലാണ് ASP റൺ ചെയ്യുന്നത്. ബട്ട് ടു റൺ ദ JSP അപ്പാഷെ ടോംകാറ്റ് വെബ് സെർവർ ഈസ് റിക്വയർഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ .JSP ആണ്. ദ എക്സ്റ്റൻഷൻ ഫയൽ ഇസ് .JSP. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള കുറേ. ഇപ്പോൾ നമുക്കൊരു കാര്യം ഇത്രയും യു മൈറ്റ് ഹാവ് നോട്ടഡ് ദാറ്റ് ഓൾ ദി പോയിൻറ്റ്സ് ആർ സിമിലർ പോയിൻറ്റ്സ് കുറേ ഉണ്ട്. സം ഡിഫറൻസസ്. ദ ഡിഫറൻസസ് ആർ വെരി മേജർ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. So all these are all about the client-side scripting language and server-side scripting languages. And the last but not least, very important one, this is the CSS. Very important point, very important point. You can put the star mark here, CSS. Cascade style sheet. What is this? Cascade style sheet. Here the name itself implies that it is a style sheet. And suppose we have written a HTML code here. ഒരു HTML കോഡൊക്കെ എഴുതിയൊരു വെബ് പേജ് ഒക്കെ ഉണ്ടാക്കിയാൽ അത് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. സോ ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ് മോർ ഇൻറ്ററാക്റ്റീവ്? ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ? അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് CSS ഫയൽ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാതെ ഈ ചാപ്റ്റർ എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 2 marks or 3 marks ഡെഫിനറ്റ്ലി. ഇറ്റ്സ് എ ഡെഫിനറ്റ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ. സോ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീടിനൊരു മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മതിൽ കല്ല് പെറുക്കി വെച്ചു കഴിഞ്ഞു. അത് HTML ആണെങ്കിൽ അത് പ്ലാസ്റ്റർ ചെയ്ത് അത് തേച്ച് അതിന് പെയിൻ്റ് അടിച്ച് അതിൽ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ ഒന്ന് വളരെ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുക. അതിനെയാണ് CSS എന്ന് പറയുന്നത്. വളരെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഭംഗി കൂട്ടാൻ, ചുരുക്കി പറഞ്ഞാൽ ഒരു വെബ് പേജിന് ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ CSS എന്ന് പറയുന്നത്. അപ്പോൾ ഒരു CSS ഫയൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിനെപ്പോഴും CSS ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .CSS ആണ്. ഇത് നമുക്ക് ഇത് എവിടെ ഉപയോഗിക്കുന്നത്? HTMLൻ്റെ ഉള്ളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ HTMLൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 3 different ways നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാം. There are 3 different ways to include a CSS file inside here. It's a very important one. The മൂന്ന് points we have to write for the examination. So what are the 3 important points here? I'm using a separate page for CSS. Cascade style sheet. The file extension name is the .CSS and it is used inside the HTML. HTML ഉള്ളിലാണ്. എന്തിനാണ്? സ്റ്റൈൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ടു മേക്ക് മോർ സ്റ്റൈലിഷ്. ഓക്കെ, ദെൻ 3 ways. Which are the 3 ways? Number 1, you can use this along in the body tag. നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, body part. Here you can see the body part of the web page you can use. Other thing you can use the head part. Okay, now the third one as a separate file. ഏതൊക്കെയാണ്? 3 എണ്ണം. One is the inside the body part. Number 2 in the head section. 3 as a separate file. .css എന്ന് പറഞ്ഞ വേറൊരു ഫയൽ നമ്മൾ എഴുതുന്നു. ആ ഫയലിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നു. ലിങ്കിങ്. സോ ദെൻ ലിങ്ക്. 3 ടൈപ്സിൽ നമുക്ക് CSS എഴുതാം.
ഫസ്റ്റ് വൺ ഈസ് ദി ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻലൈൻ സ്റ്റൈൽ. ഇൻലൈൻ സ്റ്റൈൽ മീൻസ് ബോഡി ടാഗിൻ്റെ കൂടെ എഴുതുന്നതാണ് ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ എംബഡഡ് CSS കോഡ്. എംബഡഡ് CSS കോഡ് എന്ന് പറഞ്ഞാൽ അത് ഹെഡിൻ്റെ ഉള്ളിൽ എഴുതുന്നതിനാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ മെത്തേഡാണ് വേറൊരു സ്ഥലത്ത് നമ്മൾ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇങ്ങോട്ട് ലിങ്ക് ചെയ്യിക്കാൻ പറ്റും. ദി അഡ്വാൻറ്റേജ് ഓഫ് CSS, നമുക്കിത് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്, നമുക്ക് പുറത്ത് നമ്മളുടെ ഫയലായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോഡിനെ പല സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദി ബെസ്റ്റ് പ്രാക്ടീസ്. ദ തേർഡ് വൺ, CSS എഴുതുന്ന എത്ര സമയത്ത് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഏതാണ്? ഈ തേർഡ് വൺ, മൂന്നാമത് പറഞ്ഞാണ്. കാരണം HTML സൈസ് കുറയും. HTML ഇല്ലെങ്കിൽ CSSഉം കൂടെ HTML കൂടെ വല്ലാത്തൊരു സൈസ് വരും. CSS ഫയൽ നമ്മൾ വേറെ എഴുതും. വേറെ എഴുതിയിട്ട് നമ്മൾ അത് ആ ഫയലിൻ്റെ നെയിം ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുക. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. അതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇതുവരെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി. സോ ഹിയർ വി conclude our topic. So today static and dynamic web page is very important, and the difference between the client side scripting language and server side scripting is another important one. Then here the CSS, and naturally the what if we JavaScript, VB script and PHP, all these are the small nodes, but here the CSS is a very important one. Okay, so in the next chapter, the 5th chapter onwards, we are really stepping into the programming of HTML, website program, web page designing program, and we will start with the next session. Okay, thank you.